നെഞ്ചുലിഞ്ഞൊരു നാട് അന്ത്യയാത്ര നൽകാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നമ്മളുടെ പ്രതിനിധികളും തത്സമയം ചേരുന്നുണ്ട്. ഈ യാത്രാവേളയിൽ ഇവരെടുത്തൊരു ചിത്രമുണ്ട്. ആ ദൃശ്യം കൂടി ഞാൻ പ്രേക്ഷകരെ കാണിക്കാം. പലപ്പോഴും ഈ യാത്ര പുറപ്പെട്ട് ഒരു നല്ല വ്യൂ പോയിന്റിൽ എത്തുന്ന സമയത്ത് ഇറങ്ങി നിന്ന് എല്ലാവരും കൂടി ഫോട്ടോ എടുക്കും. ആ ഫോട്ടോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിലെല്ലാവരും ആ ഫോട്ടോയിലില്ല, കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചില ആളുകൾ അപ്പുറത്തെ സ്ഥലത്ത് നിന്ന് സെൽഫി എടുക്കുന്നുണ്ടാവും, ചില ആളുകൾ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടാവും. ഈ ദൃശ്യം പ്രേക്ഷകർക്ക് കാണാം. ഇതിൽ മുഹമ്മദ് ഫായിസ് ആണെന്ന് തോന്നുന്നു അവിടെ നിൽക്കുന്ന ഒരാൾ. അബ്ദുൽ മജീദ് മാഷിനെ അതിനകത്ത് കാണാനില്ല, പക്ഷേ ബാക്കി നിൽക്കുന്ന ടീച്ചർമാർ ആണ്. ഇത് അവരുടെ ജീവിതത്തിലേക്ക് അവസാനത്തെ ഫ്രെയിമുകളാണ്, അവസാനത്തെ സ്നാപ്പാണ്. പിന്നീട് മിനിറ്റുകൾക്കുള്ളിലാണ് ഇവർക്ക് ജീവൻ നഷ്ടപ്പെടുന്നത്. അവർ തിരിച്ച് ടെമ്പോ ട്രാവലിലേക്ക് കയറുന്നു. അതിനുശേഷം ഇങ്ങനെ മനോഹരമായ കുറച്ചധികം സ്ഥലങ്ങളുണ്ട്. മഴക്കാലത്താണ് വാൽപ്പാറയിലേക്ക് പോകുമ്പോൾ ഇടയ്ക്ക് പോകുന്ന വഴിയിൽ മങ്കി ഫാൾസ് അടക്കം കുഞ്ഞു കുഞ്ഞു വാട്ടർഫോൾസ് ഉണ്ട്. ആ വാട്ടർഫോൾസിലെ കാഴ്ചകളും നല്ല മനോഹരമായ കാഴ്ചകളാണ്. ഇത് ആ യാത്രയുടെ വേളയിൽ അവരെ ഉല്ലാസത്തിൻ്റെ സമയത്തെടുത്തതാണ് ദൃശ്യങ്ങളാണ്. ഈ ചിത്രം ഇതിൽ മുഹമ്മദ് ഫായിസിൻ്റെ നില ഗുരുതരമാണ്. ഇതാണ് അവർ സഞ്ചരിച്ചിരുന്ന ട്രാവലർ. പ്രേക്ഷകർക്ക് കാണാം. ഒരൊറ്റ ട്രാവലറിലായിട്ട് യാത്ര പുറപ്പെട്ടതാണ്. അബ്ദുൽ മജീദ് മാഷിനെ പ്രേക്ഷകർക്ക് കാണാം. മജീദിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന മജീദിൻ്റെ പത്നി റുഖയും കാണാം. അബ്ദുൽ മജീദ് മാഷിൻ്റെ രണ്ട് കണ്ണുകൾക്കും കാഴ്ചയില്ലെങ്കിലും കാഴ്ച കാണാനായി ഇറങ്ങി തിരിച്ചതാണ്. റുഖിയാണ് ആ കാഴ്ചകൾ കാട്ടിക്കൊടുക്കുകയും വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുക. മാഷ ഇവിടെ നല്ല താഴ്ചയാണ് എന്നൊക്കെ റുഖിയ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. താഴേക്ക് നോക്കിയാൽ ആളിയാർ ഡാമിൻ്റെ ചെറിയ വെള്ളം കാണാൻ പറ്റും. അപ്പോൾ ഇതൊന്നും മജീദ് മാഷിന് സാധാരണ രീതിയിൽ കാണാൻ പറ്റില്ലല്ലോ. പക്ഷേ റുഖിയ ടീച്ചറിലൂടെ അബ്ദുൽ മജീദ് മാഷ് ഈ കാഴ്ചകളൊക്കെ കാണും. അങ്ങനെയാണ് ജീവിതത്തിൽ അബ്ദുൽ മജീദ് മാഷിൻ്റെ വെളിച്ചമായിരുന്നു റുഖിയ. യാത്രയിൽ പുറപ്പെടുമ്പോൾ അബ്ദുൽ മജീദ് മാഷിന് ഒറ്റയ്ക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് സഹപ്രവർത്തകർ പറഞ്ഞിട്ടുണ്ടാവും റുഖിയെ ബുദ്ധിമുട്ടിക്കണമെന്നില്ല, വരുന്നെങ്കിൽ വന്നോട്ടെ, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ റുഖിയ കൂടി വരാനായിട്ട് ഇരിക്കുകയായിരുന്നു. റുഖിയ കണ്ട കാഴ്ചകളാണ് ശരിക്കും പറഞ്ഞാൽ അബ്ദുൽ മജീദിൻ്റെ കാഴ്ചകൾ. ഒടുവിലായ യാത്രയിൽ അബ്ദുൽ മജീദും നഷ്ടപ്പെട്ടു. അബ്ദുൽ മജീദിന് വഴികാട്ടി കാഴ്ചകൾ കാണിക്കാൻ വന്ന റുഖിയും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഒരു നാട് അങ്ങനെ വല്ലാത്ത സങ്കടക്കടലായിട്ട് മാറുകയാണ്. അഭിജിത്ത് ഇപ്പോൾ ഈ പൊതുദർശനം നടക്കുന്ന സ്കൂളിലുണ്ട്. ഇതൊരു LP സ്കൂളാണ് ഇവർ പഠിപ്പിക്കുന്നത്. അവിടെ ഇനി അവശേഷിക്കുന്നത് 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറും KG പഠിപ്പിക്കുന്ന 2 ടീച്ചർമാരും മാത്രമാണ്. ബാക്കി എല്ലാവരും ആ സ്കൂളിൽ നിന്ന് ഈ യാത്രയുടെ ഭാഗമായി പോയി തിരിച്ചു വരാത്ത യാത്രയിലേക്ക് അവർ മടങ്ങിക്കഴിഞ്ഞു. ബാക്കി ആ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇവരോടൊപ്പം സഹപ്രവർത്തകരായ തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന ഒരുപാട് പേരുണ്ട്. അവിടെ ഈ ടീച്ചർമാരുടെ ബന്ധുക്കളുണ്ട്. എല്ലാം ഒരു 5-6 കിലോമീറ്ററിനുള്ളിലാണ് അവരിൽ പലരും താമസിക്കുന്നത്. 1-2 ടീച്ചർമാരൊഴിച്ച്. ദുഃഖം താങ്ങാനാവാതെ കരയുന്ന ബന്ധുക്കളെ കാണാം. ഒപ്പം അവിടുത്തെ മറ്റ് അധ്യാപകരെ കാണാം, അധ്യാപകരെ കാണാം. ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന മറ്റ് പൂർവ്വ വിദ്യാർത്ഥികളുണ്ടാവും. ഈ 10, 20, 25 വർഷങ്ങളാണ് ഇവരവിടെ പഠിപ്പിക്കുക. അതിൽ അജിത ടീച്ചറൊക്കെ കുറേ വർഷം സർവീസുള്ളതാണ്. ഇപ്പോൾ റിട്ടയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 3 പതിറ്റാണ്ട് 3.5 പതിറ്റാണ്ടൊക്കെ പഠിപ്പിച്ച അധ്യാപകർ അവിടെയുണ്ട്. അപ്പോൾ ഈ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണെങ്കിലും ഈ താഴെയുള്ള LP സ്കൂളിൽ പഠിച്ച് UP സ്കൂളിൽ പഠിച്ച ഹയർ സെക്കൻഡറിയിലേക്ക് വന്നവരാണല്ലോ. അപ്പോൾ അവരുടെ പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെയാണ്, ഈ അധ്യാപകരുടെ പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെയാണ് അവിടെ നിൽക്കുന്നതും. അഭിജിത്ത് അവർക്കൊപ്പമുണ്ട്. അഭിജിത്ത് ഈ പാങ് LP സ്കൂളിലൊക്കെ പഠിച്ചവരായിരിക്കും അവിടെ നിൽക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണെങ്കിലും ഹൈസ്കൂളിലെ കുട്ടികളാണെങ്കിലും മിക്കവാറും. അങ്ങനെ പ്രൊമോഷൻ വന്നാണല്ലോ LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയിലേക്കൊക്കെ ഈ കുട്ടികൾ എത്തുക. അപ്പോൾ അവർക്കും ദുഃഖം താങ്ങാനാവാതെ നിൽക്കുന്നുണ്ട്. LP സ്കൂളിലെ കുട്ടികളും യൂണിഫോമൊക്കെ ഇട്ട് തങ്ങളുടെ അധ്യാപകരെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇനി അവർക്കൊപ്പം അവരെ പഠിപ്പിച്ച 7 അധ്യാപകരും ഇല്ല എന്നുള്ളതാണ് ഏറെ സങ്കടപ്പെടുത്തുന്ന കാര്യം. ബാക്കി അവശേഷിക്കുന്ന 3 ടീച്ചർമാർ ഇത് എങ്ങനെ എടുക്കുമെന്ന് നമുക്കിപ്പോൾ പോലും ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. അവശേഷിക്കുന്ന 3 പേര്. അഭിജിത്ത് വല്ലാത്ത ഒരു സങ്കട കാഴ്ചയാണ്, നൊമ്പര കാഴ്ചകളാണ് നമുക്ക് പാങ്ങിൽ നിന്ന് പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ളത്, അല്ലേ? അരുൺ, അങ്ങനെ തന്നെയാണ്. ഹൃദയഭേദകമാണ് ഈ കാഴ്ച. ഒരു നാട് അനാഥമാകുന്നു എന്ന് തന്നെ പറയാം. അധ്യാപകരും വിദ്യാർത്ഥികളും മറ്റ് സഹപ്രവർത്തകരും മാത്രമല്ല, ഒരു നാട് തന്നെ, ഈ പാങ് എന്നൊരു നാട് തന്നെ അനാഥമാകുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായി കഴിയുന്നത്. ബന്ധുക്കൾ ഇവിടേക്ക് എത്തുന്നുണ്ട്, നാട്ടുകാരും ഒപ്പം തന്നെ വിദ്യാർത്ഥികളും ഒക്കെ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. കുറച്ച് കുരുന്നുകൾ അവിടെ നിൽക്കുന്നുണ്ട്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർക്ക് ഈ വിവരം അറിയുമോ എന്ന് നമുക്കറിയില്ല. നേരത്തെ അവരെ പഠിപ്പിച്ച അധ്യാപകരാണ്. അവർക്ക്
ഓരോ കാര്യങ്ങൾ ചൊല്ലിക്കൊടുത്ത അധ്യാപകരാണ്, അവർക്ക് അക്ഷര വെളിച്ചം നൽകിയ അധ്യാപകരാണ്. പക്ഷേ ആ അധ്യാപകർ ഇനിയില്ല എന്ന യാഥാർത്ഥ്യം അവർ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അരുൺ. ഒരുപക്ഷേ ഈ വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരികെ വിദ്യാലയത്തിലേക്ക് എത്തുമ്പോൾ എവിടെ തങ്ങളുടെ പ്രിയപ്പെട്ട റംല ടീച്ചർ, എവിടെ തങ്ങളുടെ പ്രിയപ്പെട്ട അജിത ടീച്ചർ, എവിടെ സുഹൃത്ത് ടീച്ചറൊക്കെ എവിടെ എന്ന ഇവരുടെ ചോദ്യത്തിൽ മറ്റ് അധ്യാപകർ എന്ത് പറയും എന്നുള്ളതാണ് നമുക്ക് ആലോചിക്കേണ്ട കാര്യം അരുൺ. അങ്ങനെയൊരു നിസ്സഹായ അവസ്ഥ തീർച്ചയായും മറ്റധ്യാപകരും അനുഭവിക്കുന്നുണ്ടാകാം. ഒരുപാട് കുരുന്നുകൾ ഈ പൊതുദർശനം നടക്കുന്ന പാങ്ങ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. മുഴുവൻ പേരും ഈ LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. അവരിവിടെ ഒരു ബെഞ്ചിൽ ഇരുത്തുന്നത് നമുക്ക് കാണാം. ഒപ്പം തന്നെ ബന്ധുക്കളുമുണ്ട്. ബന്ധുക്കളും ഈ റംല ടീച്ചറുടെ മകൾ ഉൾപ്പെടെ ഇവിടേക്ക് ഈ പൊതുദർശനം നടക്കുന്ന സ്കൂളിലേക്ക് എത്തുകയും നമുക്ക് അവരുടെ അതിവൈകാരികമാണ് അരുൺകുമാർ ആ കാഴ്ച. കാരണം ഇവരോടൊക്കെ എത്ര സന്തോഷത്തോടെ യാത്ര പറഞ്ഞായിരിക്കാം അവർ ഈ വിനോദയാത്രയ്ക്ക് പോയിട്ടുണ്ടാവുക. തിരിച്ചു വരുന്നത് ഇത്ര കണ്ണീരണിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊരു ദുഃഖമുള്ള ഒരു പരിസമാപ്തിയാകും ആ വിനോദയാത്രയ്ക്ക് എന്ന് നമ്മൾ ഒരിക്കലും കരുതി കാണില്ല. അവരും ബന്ധുക്കളും ഒരിക്കലും കരുതി കാണില്ല അരുൺകുമാർ. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ചിത്രമുണ്ടായിരുന്നു. അത് ഈ അതിരപ്പള്ളിയുടെ അവിടെ നിന്ന് ഈ യാത്രയ്ക്ക് പോയ അധ്യാപകരൊക്കെ തന്നെ ചേർന്നെടുത്ത ഒരു ചിത്രമാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് അവർ പകർത്തിയൊരു ചിത്രമുണ്ട്. അതിലൊക്കെ എത്ര സന്തോഷത്തോടെയാണ് അവർ നിൽക്കുന്നത് എന്ന് ആലോചിക്കുക. പക്ഷേ അത് തങ്ങളുടെ അവസാനത്തെ ചിത്രമാണ്, അല്ലെങ്കിൽ അങ്ങനെ തങ്ങളുടെ സന്തോഷത്തോടു കൂടിയുള്ള അവസാനത്തെ യാത്രയാണ് എന്ന് അവർ ഒരിക്കലും തിരിച്ചറിഞ്ഞു കാണില്ല. ഇനി അവർ മടങ്ങി വരുന്നത് ചേതനയേറ്റ ശരീരമായാണ്. ഈ പാങ്ങ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് അരുൺ. ഇവിടെ ഫ്രീസർ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങളുണ്ട്, സജ്ജീകരണങ്ങളുണ്ട്. ഞാൻ തിരികെ വരാം. അഭിജിത്ത്, VS രഞ്ജിത്ത് എന്നിവർ ഇപ്പോൾ പാങ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ചേരുന്നുണ്ട്. സജോ ദേവസ്യ പാങ് LP സ്കൂളിലുണ്ട്. കോയമ്പത്തൂർ മെഡിക്കൽ ആശുപത്രിയിൽ നിന്ന് സോണൽ കൃഷിയുണ്ട്. ഈ അപകടം നടന്ന വാൽപ്പാറയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി രാഹുൽ സുരേഷ് ഉണ്ട്. ഒപ്പം ഈ യാത്രയ്ക്കൊപ്പം ഇക്ബാൽ അറയ്ക്കൽ ഈ ആംബുലൻസിനെ അനുഗമിക്കുന്നുണ്ട്. ഇപ്പോൾ മണ്ണാർക്കാട് കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ വാഹനം പാങ്ങ് പള്ളിപ്പറമ്പ് സ്കൂളിലേക്ക് എത്തുന്നുണ്ട്. തത്സമയ കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഇതിനകത്ത് ഷക്കീന എന്ന് പറയുന്ന മറ്റൊരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ഷക്കീന ടീച്ചറും ഈ അപകടത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടു പോയി. ഷക്കീന ടീച്ചർ യഥാർത്ഥത്തിൽ ഈ LP സ്കൂളിൽ നിന്ന് UP സ്കൂളിലേക്ക് സ്ഥലം മാറിയിരുന്നു, ട്രാൻസ്ഫർ ആയിരുന്നു. GLP സ്കൂളിൽ നിന്ന് LP UP ഹയർ സെക്കൻഡറിയിൽ അടുത്തടുത്താണ്. അപ്പോൾ GUP സ്കൂളിലേക്ക് പോയ ആ ഷക്കീന ടീച്ചർ താൻ ഇതുവരെ പ്രവർത്തിച്ച് തങ്ങളുടെ പഴയ അധ്യാപകർക്കൊപ്പം ആ സൗഹൃദം പുതുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ യാത്ര പ്ലാൻ ചെയ്ത് അറിഞ്ഞിരുന്നാൽ ഞാനും വരാം എന്ന് കരുതി ഈ ഷക്കീന ടീച്ചർ കൂടി ഇവർക്കൊപ്പം യാത്ര പോകുന്നത്. ആ ഷക്കീന ടീച്ചറും ജീവിതത്തിൽ അവർക്ക് തിരിച്ചു വരാത്തൊരു യാത്രയായിട്ടത് മാറുകയായിരുന്നു. വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന കഥകളാണ് ഓരോ ഇടത്തു നിന്നും കേൾക്കുന്നത്. ഇനി ആ സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറുണ്ട്, ഹസ്നത്ത് എന്നാണ് പേര്. ടീച്ചറാണെങ്കിൽ ഹജ്ജിന് പോകണം എന്നുള്ളത് കൊണ്ട് ഈ യാത്രയിൽ വരാൻ പറ്റില്ല എന്ന് സങ്കടത്തോടെ അറിയിച്ചതാണ്. ഹസ്നത്ത് മാത്രമാണ് ബാക്കിയാവുന്നത്. ഹജ്ജിന് പോകും മുമ്പ് ഒരു സങ്കടക്കടലിൽ നീന്തി തുടിക്കേണ്ട അവസ്ഥയായി, നീന്തി മുങ്ങി പോകുന്ന അവസ്ഥയായി തീർന്നിട്ടുണ്ടാവും ആ ടീച്ചറും. വല്ലാതെ സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങളാണ്, ഓരോ ആൾക്കാരുടെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും ഒരു നാട് കാത്തിരിക്കുന്നു. 8 അധ്യാപകരും ഒരു കുട്ടിയുമാണ് അപകടത്തിൽ മരിച്ചത്. അതിൽ 7 പേർ സ്ത്രീകളാണ്. ഒന്ന് അബ്ദുൽ മജീദ് മാഷ്, പിന്നീട് ഒരു കുട്ടി. ഇത്രയുമാണ് അപകടത്തിൽ ക്ഷമിക്കണം, 5 അധ്യാപകരാണ്. ബാക്കിയുള്ളത് തൊട്ടടുത്ത സ്കൂളിലെ ഒരു അധ്യാപിക, ആ സ്കൂളിലെ പാചകത്തൊഴിലാളിയായിട്ട് സാജിദ, ദെൻ ഈ ഒരു മകൻ, ഒപ്പം അബ്ദുൽ മജീദ് എന്ന് പറയുന്ന മാഷ്. സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ്.